യെസ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. 8 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആ 8 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നിഷാനയ്ക്കാണ്. ഞാൻ മുമ്പേ കണക്കൂട്ടിയതാണ്. ഒരുപക്ഷെ നിഷാന അല്ലെങ്കിൽ സുരേഷ് എന്നാണ് ഞാൻ കണക്കൂട്ടിയത്. ഇവിടെ നിഷാന വിന്നറായിരിക്കുന്നു. പ്രേക്ഷകരുടെ വോട്ട് ഒരുപക്ഷെ കുറഞ്ഞാലും കണ്ടസ്റ്റന്റുകളുടെ വോട്ടിൽ ഏറ്റവും അധികം മുന്നിലെത്തിയത് നിഷാനയും സുരേഷുമാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിമാനിക്കാം. സുരേഷിനും 7-8 വോട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ മുടിയനുണ്ട്, സിജോയുണ്ട്, പ്രമുഖ വ്യക്തികളെല്ലാം തന്നെയുണ്ട്. സ്വാഭാവികമായും ഈ ഒരു എവിക്ഷനിലൂടെ പുറത്താകുന്നത് മിക്കവാറും നിഷാന തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സുരേഷ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. രതീഷിന്റെ ഒരു എവിക്ഷൻ പോലെ ആയില്ലെങ്കിൽ തീർച്ചയായും നിഷാന അല്ലെങ്കിൽ സുരേഷ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല, വൈൽഡ് കാർഡ് ഞെട്ടിക്കുന്ന 2 വൈൽഡ് കാർഡുകൾ എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ 2 പേർ എവിക്ഷനിലൂടെ പുറത്തു പോവുകയാണെങ്കിൽ അങ്ങനെ 2 വൈൽഡ് കാർഡിന് കയറാനുള്ള വലിയൊരു സാധ്യതയോടെ ഉണ്ടാവും. അതുമാത്രമല്ല, ഈ 2 പേരെ പുറത്താക്കുക മാത്രമല്ല, ഇവർ 2 പേർക്കും വാണിംഗ് കൊടുത്ത് വിടുന്നതായിരിക്കും നല്ലത്. കാരണം മേലാൽ ഇനി ബിഗ് ബോസ് ഷോ കാണാൻ പോലും പാടില്ല എന്ന് ലാലേട്ടൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 2 പേരും ഒരു തരത്തിലും ബിഗ് ബോസിന് പറ്റിയ പ്ലേയേഴ്സ് അല്ലെന്ന് മാത്രമല്ല, ഇവർ ഈ ബിഗ് ബോസ് ഷോ പോലും കാണാൻ പാടില്ല. അത്രയ്ക്കും ബിഗ് ബോസിനെ പറ്റി അറിയാത്ത 2 വ്യക്തികളാണ് ഇവർ. അങ്ങനെ ഇവർ ഔട്ടാകുകയാണെങ്കിൽ തീർച്ചയായും 2 വൈൽഡ് കാർഡ് എത്തിച്ചേരുകയും അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂജാ കൃഷ്ണ ഇങ്ങനെ ചിരിക്കുന്ന പൂജാ കൃഷ്ണ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ജാസ്മിനുമായിട്ടും പലരുമായിട്ടും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. തീർച്ചയായും അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ജിൻഡോയ്ക്കൊക്കെ നല്ലൊരു കോംബോ ആയി വേണമെങ്കിൽ ഈ പൂജാ കൃഷ്ണയ്ക്ക് മാറാം. കാരണം 2 പേരും ബോഡി ബിൽഡേഴ്സാണ്, 2 പേരും ജിംനാസ്റ്റിക്സ് ആണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള ഒരു ആങ്കർ കൂടിയാണ് പൂജാ കൃഷ്ണ. ഒരുപക്ഷെ പൂജാ കൃഷ്ണയും മറ്റൊരു വൈൽഡ് കാർഡും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജബ്രി കോംബോയ്ക്കൊക്കെ വലിയൊരു തിരിച്ചടിയായി അത് മാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിവേ, ഈ ആഴ്ച ആദ്യം 6 കൊച്ചിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ശപഥമെടുത്ത 2 വ്യക്തികൾ തന്നെയാണ് നമ്മുടെ നിഷാനയും സുരേഷും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ ഭീതിയോടെയാണ് 2 പേരും ഇരിക്കുന്നത്. എനിവേ, നമുക്ക് കാത്തിരിക്കാം ആരാണ് ആദ്യം കൊച്ചിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് 2 പേർക്കും കൊച്ചിയിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കുക. ബൈ.